ഒന്നിക്കാം ഒന്നിച്ചോരോണത്തിനായി ഒരുമയോടെ എന്ന ഹാഷ്ടാഗോടെ ഒന്നിച്ചോണം രണ്ടാം പതിപ്പ് തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ നടന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ 10,000 പേരാണ് ഓണസദ്യയിൽ പങ്കുചേർന്നത്. ജീവിതത്തിൽ ആദ്യമായി ഓണസദ്യ കഴിച്ച 9ാം ക്ലാസ്സുകാരന്റെ അനുഭവത്തിന്റെ പിന്തുടർച്ചയായാണ് രണ്ടാം വർഷവും 10,000ങ്ങൾക്ക് സദ്യ ഒരുക്കി തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാതൃകയായത്. ഒന്നിച്ചൊരോണം ഒരു ആഹ്വാനം കൂടിയാണ്. ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒന്നിച്ച് ജീവിക്കേണ്ടതിന്റെയും വിഭാഗീയതയ്ക്ക് സ്ഥാനമില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അതാണ് ഒന്നിച്ചൊരോണം. പല കാരണങ്ങളാൽ ഒന്നിച്ചിരുന്ന് ആഘോഷിക്കാൻ കഴിയാത്ത കുടുംബങ്ങളിലെ കുട്ടികളെ കൂടി ചേർത്ത് പിടിച്ചാണ് ഒന്നിച്ചൊരോണം എന്ന രണ്ടാം പതിപ്പിന്റെ പ്രസക്തി. രണ്ടാമത്തെ എഡിഷനിലേക്ക് പോകാനായിട്ട് കാരണം ഒന്നാമത്തെ എഡിഷൻ്റെ വിജയം തന്നെയാണ്. കാരണം ഒന്നാമത്തെ എഡിഷനിൽ എനിക്കുണ്ടായൊരു പ്രത്യേക അനുഭവമുണ്ട്. കാരണം 10,000ങ്ങൾക്ക് കഴിഞ്ഞ വർഷം നമ്മൾ ഒന്നിച്ച് ഓണസദ്യ കൊടുത്തപ്പോൾ ആ ഓണസദ്യ കഴിച്ചിട്ട് ഒരു മകൻ, എൻ്റെ ഓർമ്മ ശരിയാണ് 9ാം ക്ലാസ്സിലാണ് മകൻ, അവൻ വന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്: ഫാദറെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഓണസദ്യ കഴിക്കുന്നത് എന്ന്. അവൻ്റെ വീട്ടിൽ അതിനുള്ള സാഹചര്യമില്ല, അവരുടെ വീട്ടിൽ അങ്ങനെ ഒരു ഒരുക്കം നടത്തിയിട്ടില്ല ഇതുവരെ, അങ്ങനൊരു ഓണസദ്യ കഴിക്കാനായിട്ട് അവന് ഇടവന്നിട്ടില്ല. ആ മകൻ്റെ ജീവിതത്തിൽ അവന് എന്നത്തേക്കുമായി ഓർത്തിരിക്കാനൊരു അനുഭവമായി കഴിഞ്ഞ വർഷത്തെ ഒന്നിച്ചോണം മാറി. അതുകൊണ്ട് അപ്രകാരമുള്ള അനേകം മക്കൾ പഠിക്കുന്നൊരു വിദ്യാലയമാണിത്. ഇവിടെ ഏറ്റവും പാവപ്പെട്ടവൻ്റെ കുഞ്ഞുങ്ങൾ തുടങ്ങി ഏറ്റവും വലിയ ആൾക്കാരുടെ മക്കൾ വരെ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ പല കുടുംബങ്ങളിലും ചിലപ്പോൾ ഇത്രമാത്രം സൗകര്യങ്ങളോടുകൂടി ഓണം ആഘോഷിക്കാൻ, ഓണസദ്യ ഒരുങ്ങുവാനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്ത കുടുംബങ്ങളുണ്ട്. അവിടെയാണ് ഈ ഒന്നിച്ചോണത്തിൻ്റെ രണ്ടാം പതിപ്പിൻ്റെ പ്രസക്തി എന്ന് പറയുക. നമ്മുടെ മക്കൾ ഈ ഒന്നിച്ചോണത്തിൻ്റെ സന്തോഷം അനുഭവിക്കണം, ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. ഒന്നിച്ചോണം എന്നുള്ള വാക്കിൽ തന്നെ അതിന് പ്രസക്തിയുണ്ട്. ഈ കുട്ടികൾ ഒന്നിച്ചോണം ആഘോഷിക്കുന്നു എന്നുള്ള സന്തോഷം. രണ്ടാമതായിട്ട് ഒന്നിച്ചോണം എന്ന് പറയുമ്പോൾ ഒരു ആഹ്വാനം കൂടിയാണ്. ആടിയും പാടിയും ക്ലാസ് മുറികളിൽ പൂക്കളമിട്ടും അവർ ഓണത്തെ വരവേറ്റു. മഹാബലിയോട് കുശലം പറഞ്ഞ ഒന്നിച്ചിരുന്നവർ സദ്യയും കഴിച്ചു. വിദ്യാർത്ഥികൾ ഓണസദ്യയുടെ അനുഭവം പങ്കുവച്ചത് ഇങ്ങനെ: ഓണം കൊള്ളാം, നല്ല ഫുഡ്. സെറ്റ് മപ്പ് സാധനം, നല്ല സെറ്റ് സാധനം. ഏറ്റവും പപ്പടം ഇഷ്ടപ്പെട്ടു. പപ്പടം മപ്പ് നല്ല ടേസ്റ്റ്, മൊത്തം കഴിച്ചു. പിന്നെ ഇതിലും അച്ചാർ പ്രതീക്ഷത്ര വന്നില്ല, എന്നാലും ബാക്കിയൊന്നും കുഴപ്പമില്ല. അച്ചാർ വെച്ച് ബാക്കിയെല്ലാം കൊള്ളാം. അടിപൊളിയായിരുന്നു. കാരണം നമ്മുടെ അവസാന വർഷമാണ്, ഇനി അടുത്ത വർഷം ഇതുപോലെ കിട്ടുമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇപ്രാവശ്യം അടിപൊളിയായിരുന്നു. ഓണ സെലിബ്രേഷനും സദ്യയൊക്കെ അടിപൊളിയായിരുന്നു. കൂട്ടായിരുന്നു, സന്തോഷമായി. ഒന്നിച്ചോണം കൂടി കഴിച്ചത് സന്തോഷമായി. മറക്കാൻ പറ്റാത്തതാണ്. 10 മറക്കൂല. M5 ന്യൂസ്, തിരുവനന്തപുരം.